സോ നാളെ രാത്രി തന്നെ നമ്മൾ പറഞ്ഞുറപ്പിച്ച സാധനങ്ങൾ പുറംകടലിൽ എത്തിച്ചു തരും ഈ ആണ്ടവൻ. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് എനിമോർ. ജി പിന്നെ മംഗലാപുരം വരെ കൂട്ടത്തില് ഞാൻ ആണ്ടവനെ കൂടെ വിട്ടുതരാം, നിനക്കൊരു ഉറപ്പിന്. എന്താടാ, സന്തോഷമാവില്ലേ നിന്റെ ബഡാഭായ് അശ്വിൻ പട്ടേലിന്? वो तो एकदम खुश हो जाएगा. अबे धनुष, अरे तू कब आए बेटे? शाम को सेठ जी. अरे बोलो बेटे, अपन को क्या क्या लाया है तुमने मम्मी से? മതിയടോ, നിർത്ത്. എന്തായി, ഇവന്റെ പരാതി എഴുതി ഏൽപ്പിച്ചോ സഭാപതിയുടെ കയ്യില്? जी. ഇനി എന്റെ ഒരു കവറിംഗ് ലെറ്റർ കൂടി വാങ്ങിച്ചു വെച്ചിട്ട് നാളെ തന്നെ CM-നും ഹോം മിനിസ്റ്റർക്കും DGP-ക്കും നേരിട്ട് എത്തിച്ചു കൊടുക്കണം. കംപ്ലൈന്റിന്റെ കോപ്പി തന്റെ PA-യുടെ കയ്യില് വിളിച്ചു പറഞ്ഞോളാം ഞാൻ. ആ നന്ദനും ഫിറോസും ചേർന്ന് നിന്റെ ജീവനും സുരക്ഷയ്ക്കും പോലും ഭീഷണി ഉണ്ടാക്കുന്നു, സംരക്ഷണം വേണം എന്നൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ വക്കീല്? ചേർത്തു. പക്ഷെ കേട്ടോ വിശ്വേട്ടാ, അവന്മാരെ എന്നെ കുത്തിപ്പിടിക്കുന്നതിന് പകരം ചുമ്മാതങ്ങ് വിളിച്ചിരുത്തിട്ടേ ഇതുപോലൊരു 4 ലാർജ് ഒഴിച്ചു തന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അറിയാവുന്നതല്ല നല്ല കിളി കിളി പോലെ പറഞ്ഞു പോയനെ ഞാൻ. സത്യം വിശ്വേട്ടാ, അവന്മാർക്ക് എന്റെ വെള്ളത്തിനോടുള്ള വീക്ക്നെസ് അറിയാമെങ്കിലുണ്ടല്ലോ, പിന്നെ തീർന്നു, നശിച്ചു. അപ്പൊ അങ്ങനെ ഒരു അപകടം ഇനി ആയാലും സംഭവിക്കാൻ നിനക്ക് അല്ലേടാ? അല്ല വിശ്വേട്ടാ, ഞാൻ പേടിക്കാതെടാ. ആണ്ടവൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് ഇന്ന് രാത്രി വണ്ടിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് വെക്കാൻ പറയണവന്. എങ്ങോട്ട്? തൽക്കാലം നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ആരും അറിയാതൊരു മുങ്ങല്, അതാ ബുദ്ധി. വിശ്വേട്ടാ? അതേടാ. എന്നിട്ട് സീനിയർ ജേർണലിസ്റ്റ് അരവിന്ദൻ മിസ്സിംഗ് എന്ന് പത്രങ്ങളെ കൊണ്ട് എഴുതിക്കും വിശ്വനാഥൻ. പെട്ടെന്ന് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാകുമ്പോ ഒന്ന് വിറയ്ക്കും നന്ദഗോപാലും ഫിറോസും. വിറയ്ക്കണം, നിന്നെ ഉപദ്രവിച്ചതിന്. വേണ്ടേടാ? വേണം. കഴിക്ക്. വേണ്ട വിശ്വേട്ടാ. കഴിക്കടാ. അപ്പൊ ഇന്ന് രാത്രി തന്നെ ഏതെങ്കിലും ട്രെയിൻ, കേട്ടല്ലോ? സോറി. മൈ ഗോഡ്, എപ്പോ ഫിറോസ്? എവിടെ? ഡാം ഇറ്റ്, ഞാൻ ദാ പുറപ്പെട്ടു കഴിഞ്ഞു. ഓ, സംഭവം കഴിഞ്ഞിട്ട് ഇതിപ്പോ കുറഞ്ഞ ഒരു 5-8 മണിക്കൂറെങ്കിലും ആയി കാണും സാർ. ആളൊഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ആരുടെയും കണ്ണിപ്പെട്ടില്ല. പിന്നെ ഇതിപ്പോ കയ്യോ കാലോ ഏതാണ്ട് ഒരു കഷ്ണം പട്ടി അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആരാണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴാ നമ്മൾ വിവരം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ വണ്ടി കയറി ഇറങ്ങി 4-5 തുണ്ടമായി പോയി സാറേ. പക്ഷെ തിരിച്ചറിയാൻ എളുപ്പമാ. മോന്ത ക്ലീൻ. ഷട്ട് അപ്പ് യു. നോക്കി നിൽക്കാതെ വലിച്ചു പൊക്കടോ. But Vipin, you have to get me some more detailed prints. അതെ, കുരുവിത്തടം. എന്നത്തിന്? എന്റെ തമ്പുരാനെ കാത്തു. പിന്നെ പത്രമാഫീസ്. എടോ സഭാപതി, പോലീസിന് എല്ലാത്തിനാണോ പേടി? പത്രമാഫീസിലല്ല, എവിടെ വേണേ കയറി പിടിക്കാലോ പോലീസിന്. താൻ ധൈര്യമായിട്ട് പോരെ. ബേവിച്ചലാ പറയുന്നത്. ബാ. പിന്നെ ആ സപ്ലിമെന്റിന്റെ മാറ്ററോടെ ഒന്ന് റെഡിയാക്കണം, കേട്ടുല്ലോ? എടോ അമ്പലവാസി, എടോ വാറേ, തന്റെ മറ്റവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോണത് തന്റെ നന്ദഗോപാലിന്. ഇപ്പോഴേക്ക് എത്തും പോലീസ്. എന്തിന്? എടോ, മറ്റേ അരവിന്ദൻ ചത്തില്ലേ, അതുമായിട്ട് ഏതാണ്ട് ഇടപാടുണ്ടെന്ന് ഇയാൾക്ക്. ഈശ്വര, നന്ദൻ. എന്താ മാഷ്, എന്തു പറ്റി? നന്ദൻ പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. എന്തിന്? യെസ്, കമൻ. ബുദ്ധിമുട്ടാവുന്നറിയാം, പക്ഷെ നിങ്ങൾ എന്നോടൊന്ന് വരണം. അല്ല, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. സർ, മരിച്ചു പോകുന്നതിന് മുമ്പ് മിസ്റ്റർ അരവിന്ദൻ നിങ്ങൾക്കെതിരെ എഴുതി കൊടുത്ത പരാതിയുടെ കോപ്പി അത് നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പോലീസിനെ നിങ്ങളെ ചോദ്യം ചെയ്യണം. ഇതാ വാറണ്ട്.
ബോസ് കം. അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ മാറോ. മാറി നിൽക്കണോ? മാറാൻ. സാർ കേരളം. ഇഡിയറ്റ്, അവിടെ നിർത്തവനെ. അവന്റെ ഒരു സാറ്. ഇവനെ വിലങ്ങ് വെച്ച് ഇറക്കി കൊണ്ടുവരാനല്ലോ പറഞ്ഞു വെച്ചത് തന്നെയൊക്കെ. സാർ ഇദ്ദേഹം ഇദ്ദേഹം എന്ന് വിളിക്കാൻ ഇവൻ ആരാടോ ഈ തെണ്ടി? തന്റെ DGP-യോ അതോ തന്റെ വെക്കണോ വിലങ്ങ്? സാർ കൈയെടുക്കണം മിസ്റ്റർ. അയ്യോ, എങ്ങനെ? ദാ ഈ കൈ ഒന്ന് എടുക്കണം പ്ലീസ്. ഒരുത്തന്നെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളിയച്ച് നിന്ന് ഉത്തരവിടുന്നതാ പട്ടി. നോക്കി നിൽക്കാതെ വിലങ്ങ് വെക്കണോ? കൈയെടുക്കണം പൊന്നു. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ഇതൊരു പത്രസ്ഥാപനമാണ്. കിളവാ, പഠിപ്പിക്കുന്നോടാ. അടിച്ചു ഒതുക്കണായി പട്ടിയെ. വിലങ്ങി വെക്കണായി പട്ടിയെ. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? തല്ലരുത്. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? വഴക്കലി വേണ്ട, നിർത്താൻ. അന്വേഷണം കണ്ടവന്റെ ഒക്കെ നെഞ്ചത്തൊട്ട് കയറ്റം, എന്നിട്ട് ഒടുക്കന്തണ്ടി ഗതികേടും. എന്റെ പത്രത്തിന്റെ മരമാ താനിന്ന് കെട്ടിക്കളഞ്ഞത്. അറിയാമോടോ സ്റ്റുപ്പിറ്റ്. ഒന്ന് മാറിക്കേ. മാറ് മാറ്. പോട്ടെ നന്ദൻ, ടേക്ക് ഇറ്റ് ഈസി. ഐ ടോക്ക് ടു ദ ഓൾഡ് മാൻ. ഹീൽ ലിസൺ ടു മീ. കൂട്ടത്തിലൊരുത്തനെ തല്ലിച്ചതയ്ക്കുന്ന കണ്ടിട്ടൊന്ന് എതിർക്കാൻ, ഒന്ന് നാവ് പൊന്തിക്കാനുള്ള തന്റെ ഇടം പോലും ഉണ്ടായില്ല ഒരുത്തനും. വർഗബോധമുള്ള ഒരൊറ്റ പത്രപ്രവർത്തനം ഉണ്ടായില്ലേ കൂട്ടത്തില്? ഈ പാവം വാരിയൊഴിച്ച് അല്ലേ? കഷ്ടം. എടോ വഴക്കാലി സർ, അറിയാലോ, കേരളരശ്മി ഡയറക്ടർ എന്ന നിലയിൽ ഹീസ് മൈ സബ്ജക്ട്. ഇവരെയൊക്കെ പോലെ തന്നെ എന്റെ പ്രജയാണ് ഇയാളും സർ, ഈ നന്ദനും സർ. സോ ഡോണ്ട് ഡു എനി മോർ ഹാം ടു ഹിം. ഇനി തൊട്ടുപോകരുത്, കേട്ടില്ലേ സർ? I'll take care of you. വരട്ടടോ. നോക്കി നിൽക്കാതെ വലിച്ച് കേട്ടടോ അവനെ. സോ ആസ് ഐ എക്സ്പ്ലൈൻഡ്, അതാണ് പോലീസിന്റെ സ്റ്റാൻഡ്. നന്ദഗോപാലന്റെ അറസ്റ്റ് തികച്ചും ന്യായയുക്തമാണ്. ആവശ്യമായ തെളിവുകളെല്ലാം പോലീസിന്റെ പക്കലുണ്ട്, ആവശ്യമായ രേഖകളുണ്ട്. ആൻഡ് വി ആർ പ്രൊസീഡിംഗ് വിത്ത് ദ കേസ്. ബട്ട് മിസ്റ്റർ സഭാപതി, ഈ അറസ്റ്റിന്റെ പ്ലീസ്, 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടിപ്പോ 45 മിനിറ്റ്സ് കഴിഞ്ഞു നമ്മള്. അല്ല ഡി ഐ ജി, നന്ദഗോപാലിനെ ഹീനമായി മർദ്ദിച്ചതിന്റെ പേരില്. പ്ലീസ്. ഭാസ്കരൻ എന്നല്ലേ? കീഴൂർ ഭാസ്കരൻ. അതെ, നമ്മുടെ ചന്ദ്രൻപിള്ളാണ്ടന്റെ പത്രം സന്ധ്യാമൊഴി ഇപ്പൊ വീണ്ടും തുടങ്ങി.
അതെ. അപ്പൊ അണ്ണനോട് പറയണം നമ്മൾ വൈകിട്ട് കാണുന്നു വിശ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ, ബീച്ച് ഗസ്റ്റ് ഹൗസിൽ. അവിടെ വിളമ്പ ബാക്കി ഡീറ്റെയിൽസ്. റൈറ്റ്? അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്. എന്താ മോളിവിടെ? എനിക്ക് ഷോ ഈ ഹോട്ട് കേക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ മോളെ, ശരിക്കും അതാ സാധനം ഈ നന്ദഗോപാൽ. എന്റെ അമ്മേ, ഇതേ കണ്ടില്ലേ, ഒരുമാതിരി ടൈം ബോംബ് എടുത്ത് വെച്ച് കൊടുത്തതുപോലെ ഇപ്പൊ അയാളുടെ അറസ്റ്റ്. സർ ഞാൻ പറഞ്ഞാട്ടെ മോളെ, എന്താ വിശേഷിച്ച്? സർ ഞാൻ 2 തവണ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓ യെസ്, മറ്റേ ബെയിലിന്റെ പ്രശ്നം നന്ദഗോപാലിന്റെ. ദേ മോള് രണ്ടാമതും വിളിച്ച് ഫോണിങ് വെച്ച് അപ്പൊ തന്നെ DGP ഞാൻ വിളിച്ചു ചോദിച്ചു. സർ, ജാഗ്രത ശേഖരന്റെ മോളിന്റെ മറ്റേ ലൈനിൽ ഹോൾഡ് ചെയ്യുന്നു, നന്ദഗോപാലിനെ ജാമ്യത്തിലെടുക്കാൻ ചോദിക്കുന്നു, വിട്ടോട്ടെ എന്ന്. ഫോണിൽ കൂടി എനിക്കിട്ട് ഒറ്റ ആട്ടാ DGP. സർ പ്ലീസ്, എനിക്ക് നന്ദനെ. മോളെ നോക്ക്, ഇനി അങ്ങോട്ട് അധികം കയറി ഇൻവോൾവ് ആകരുത് മോളി നന്ദന്റെ കേസിൽ. അത് അപകടമാകും. മാത്രമല്ല ഇപ്പൊ തന്നെ പത്രക്കാരുടെ ഇടയിൽ അനാവശ്യമായ ഒരു ടോക്കുണ്ട് മോളെ നന്ദനെ കൂട്ടിയിട്ട്. What do you mean, sir? കുഞ്ഞെ, ദേ മരിച്ചുപോയ മോളുടെ ഡാഡിയുടെ സ്ഥാനത്ത് എന്ന് പറയുകയെന്ന് കരുതിയാൽ മതി ഈ അങ്കിള്. അതായത് പത്രമാഫീസറാ, ഡൽഹിന്നാ, അങ്ങ് മറ്റിടത്തുനിന്നൊക്കെ പറഞ്ഞ് പറ്റിക്കൊടുത്ത ചില സുന്ദര കുട്ടപ്പന്മാരുണ്ടല്ലോ, അവന്മാർ റാസ്കൽസ്. ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ അവന്മാരുടെ കാര്യം സാധിച്ചേച്ച് പുക്കുന്നൊരൊറ്റ പോക്കങ്ങ് പോവും. കൊടുക്കന്തേ നാട്ടി കിടക്കുന്ന നമുക്ക് മാത്രം അതിന്റെ പേര് ദോഷം, മനസ്സിലായില്ലേ? Sir, please stop this. അയ്യോ, ദേ മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുട്ടിയുടെ പ്രായത്തുള്ള ഒരു മോള് അങ്കിളിനുണ്ട് വീട്ടില്, അതുകൊണ്ടാ അങ്കിള്. അറിയാം, അപ്പനോടുള്ള സ്വീറ്റ് റിവെഞ്ച് തീർക്കാൻ 19 വയസ്സിനുള്ളിൽ 2 അബോർഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തേനെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു മോള് ഈയുടെ ബുക്ക് സ്റ്റോളിൽ കണ്ടപ്പോ. സർ പ്ലീസ്, ഔദാര്യമായിട്ടല്ല, നന്ദന്റെ ഒപ്പം ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞ പെൺകുട്ടി എന്ന നിലയിൽ ഒരവകാശമായിട്ട് ചോദിക്കാൻ ഞാൻ. നന്ദനെ ഒന്ന് കാണാനെങ്കിലും അനുവദിക്കോ നിങ്ങൾ എന്നെ? അവള് പോലീസിനെ ഭരിപ്പിക്കാനൊക്കെ ഇരിക്കുന്നു തന്തയുടെ ബാക്കിയായിട്ട്. എടീ കൊച്ചേ, ഇനി ഇവിടെ നമ്പർ കാണിച്ചാലുണ്ടല്ലോ ചവിട്ടിയെടുത്ത് നിന്നെ പുറത്തോളം ഞാൻ. ഇല്ല മിസ്റ്റർ സഭാപതി, അതിന് പോകുന്ന ആണത്തൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു കാലത്തും. സിൻസ് യു ആർ എ ഡർട്ടി സ്പൈൻലെസ് വർം. മറക്കണ്ട, നന്ദനെ കള്ളക്കേസിൽ കുടിക്കിയതിനും ഇപ്പോഴത്തെ ഈ ഇൻസൾട്ടിന് ഇഞ്ചുറിക്കും എല്ലാം ചേർത്ത് സഭാപതി കണക്ക് പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. യു ക്യാൻ സ്റ്റാർട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആർക്കും ആരോട് എന്ത് നെറിയേടാവാമെന്നായിരിക്കുന്നു. അല്ല, ഈ ചിത്രം ഇങ്ങനെ നമ്മൾ അച്ചടിക്കുന്നതിന്റെ പേരില് തനിക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ വിപിൻ? അതും ഇങ്ങനെ ഒരു സിറ്റുവേഷനില്ല. അല്ലെങ്കിൽ തന്നെ പ്രശ്നം ആയി കഴിഞ്ഞു. ജാഗ്രതയുടെ സ്പെഷ്യൽ ഈവനിങ് എഡിഷൻ ഇറങ്ങി കഴിഞ്ഞത് മുതൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഓഫീസിൽ ഫോൺ കോൾസ് ഉണ്ട്. മോള് വന്നല്ലോ. എന്തായി മോളെ, എന്തു പറഞ്ഞു വക്കീല്? ഇന്നിപ്പോ വല്ലാതെ വൈകി പോയി മാധവേട്ടാ. ഇനിയിപ്പോ നാളെ കഴിഞ്ഞേ മൂവ് ചെയ്യാൻ പറ്റൂ ജാമ്യത്തിന്. അല്ല, എനി ന്യൂസ് ഫ്രം ഫിറോസ്? ഇല്ല വിപിൻ, പെട്ടെന്ന് DGP വിളിച്ചിട്ട് ട്രിവാൻഡ്രത്തിന് പുറപ്പെടുന്നുവെന്നേ ഫിറോസ് പറഞ്ഞിട്ടുള്ളൂ ശില്പയോടും. അപ്പോൾ പിന്നെ അയാളും കൂടെ സ്ഥലത്തുണ്ടാകാൻ പാടില്ല എന്ന് ആരൊക്കെയോ മനഃപൂർവ്വം തീരുമാനിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഈ നാടകങ്ങൾ, അല്ലേ മോളെ? പാവൻ നന്ദനിപ്പോ ഒക്കെ സഹിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈശ്വര. മോളെ തരില്ല. ചേച്ചി, ചേച്ചി, എന്താടാ, എന്ത് പറ്റി? ചേച്ചി അയാള്. ആരാടാ? ചേച്ചി വിശ്വനാഥൻ, ആളിങ്ങോട്ട്. എന്താ മാധവേട്ട, പണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് തമ്മിൽ കണ്ട പരിചയം പോലും തോന്നുന്നില്ലല്ലോ മുഖത്ത്. എന്തു പറ്റി? എന്താടോ വിശ്വൻ, താനിങ്ങനെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ വഴിക്ക്? പണ്ട് ജാഗ്രതയെന്ന് ആട്ടിയിറക്കപ്പെടുന്നതിന് മുൻപ് ഇളം പ്രായത്തിൽ ഒരുപാട് ചവിട്ടി നടന്ന വഴിയല്ലേ, ഒന്ന് ഓർമ്മ പുതുക്കി പോകാം എന്ന് കരുതി. പിന്നെ ശേഖരേട്ടൻ മരിച്ചപ്പോ
തിടുക്കത്തിൽ പ്രസ് ക്ലബിൽ വന്നൊരു റീത്ത് വെച്ച് മടങ്ങിയതല്ലാതെ ഇവിടെ വരെ വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല ഇവളെ. ഇപ്പോതാ നന്ദഗോപാലന്റെ വിരഹത്തിൽ മറ്റൊരു മഹാദുഃഖം കൂടി അനുഭവിച്ചു നിൽക്കുകയല്ലേ ചിരസ്മരണീയനായ വിപ്ലവകാരിയുടെ പുത്രി. അതുകൊണ്ട് വിശ്വനാഥൻ നേരിട്ട് വന്ന് കണ്ടെന്ന് സാന്ത്വനിപ്പിക്കാമെന്ന് കരുതി. എന്നിട്ട് എവിടെടോ നന്ദഗോപാലിന്റെ അറസ്റ്റ് ദുഃഖമാചരിക്കാൻ ഇവളുടെ ഉത്തരവ് പ്രകാരം ഇന്ന് വൈകിട്ട് അച്ചടിച്ചിറക്കിയ സ്പെഷ്യൽ ഈവനിംഗ് എഡിഷൻ? പോലീസിന്റെ കാട്ടാളത്തം അനുവദിച്ചുകൂടാ. പ്രത്യേക മുഖപ്രസംഗം. ഇതിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ താൻ എന്നെ കുറിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നന്ദഗോപാലന് നേർക്കുള്ള പോലീസിന്റെ ഹീന താണ്ഡവം അരങ്ങേറുമ്പോൾ കേരളരശ്മിയുടെ ഉമ്മറത്ത് വന്നിറങ്ങിയ ചീഫ് എഡിറ്റർ ഔദക്കുട്ടിയും ബോർഡ് മെമ്പർ വിശ്വനാഥനും ഈ നാടകത്തിലെ തങ്ങളുടെ വേഷങ്ങൾ മുൻ നിശ്ചയപ്രകാരം എന്ന് തോന്നിക്കും വിധം ആടിത്തീർത്തു എന്നറിയുന്നത് തികച്ചും വേദനാജനകമാണ്, ലജ്ജാകരമാണ്, ഒപ്പം അങ്ങേയറ്റം ജുഗുപ്സാവഹവും അല്ലേണോ? അപ്പോ പഴയ സഹന സമര നായകന്റെ ഞരമ്പിലുള്ള തീയും തീപ്പൊരിയും ഒന്നും അണഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും. എടോ മൂപ്പിന്നെ, വല്ലാണ്ട് വയസ്സായിപ്പോയി, വടി കുത്തിപ്പോയി താൻ. അല്ലെങ്കിലുണ്ടല്ലോ മിസ്റ്റർ വിശ്വനാഥൻ, ഒന്ന് നിർത്തണം നിങ്ങളുടെ പ്രസംഗം. ഓ, പഴയൊരു വലിയ പ്രക്ഷോഭകാരിയുടെ മകളല്ലേ, ഇടയ്ക്ക് ചിലപ്പോ ശബ്ദം ഉയരും, ശൗര്യം കൂടും ഇവൾക്ക്, അല്ലേ മാധവ്ജി? ഈ നിൽക്കുന്ന വിശ്വനാഥനെ ഇടിച്ചു താഴ്ത്താനും വിശ്വനാഥനെ എക്സ്പോസ് ചെയ്യാനും വിശ്വനാഥനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അച്ഛൻ നിരത്തിയവനാ ശേഖരൻ. ഒരു പുരുഷായുസ് മുഴുവൻ പരിശ്രമിച്ചിട്ടൊടുവിൽ ദയനീയമായി പരാജയപ്പെട്ടവനാ നിന്റെ അച്ഛൻ. എന്താ ഇനി ശേഖരനില്ലാത്ത ജാഗ്രതയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഈ വിശ്വനാഥനെ അവസാനിപ്പിക്കാൻ? അത് നിന്നെ പോലെ ഒരു നരന്ത് പെണ്ണിനെ കൊണ്ട്. ആർ യു സോ ഫൂളിഷ്? ആർ യു സോ ഇഡിയോട്ടിക്? വിശ്വനാഥൻ, ശേഖരന് പിന്മുറി അവകാശപ്പെടേണ്ട ഒരു ആൺകുട്ടി ഇല്ലാതെ പോയിന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടത് എനിക്ക്. ദാ കണ്ടില്ലേ, ആണത്തവും തന്റെ ഇടവും നട്ടലുള്ളൊരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ളൊരു മകളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് തന്നെയാ പോയിരിക്കുന്ന ശേഖരൻ. അത് മറക്കണ്ടതാൻ, മറക്കരുത്. സോ പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. പോകാം, പക്ഷേ അതിനു മുമ്പ് ഓർമ്മ വെച്ചോളൂ നീ. ദാ നിന്റെ ഈ പീറ പത്രത്തില് ഇനി ഒരൊറ്റ തവണ കൂടി വിശ്വനാഥന്റെ പേര് അച്ചടിച്ചു വന്നാലുണ്ടല്ലോ, പിന്നെ ശേഖരൻ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയത് മുഴുവൻ ദാ ഈ പത്രവും നീയും അടക്കം സകലതും നിന്ന് ദഹിക്കും, നിന്ന് കത്തി ചാമ്പലാവും. ദാ കാണണോ നിനക്ക്? എടീ, നശിപ്പിക്കാൻ ഉറച്ച് വിശ്വനാഥൻ ഇറങ്ങി പുറപ്പെട്ടു പോയാ പിന്നെ ഈ ഭൂമിയിൽ ഒരു നന്ദഗോപാലനും ബാക്കി ഉണ്ടാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ, ദിസ് ഈസ് യുവർ ലാസ്റ്റ്, ദ വെരി ലാസ്റ്റ് വാർണിംഗ്. മോളെ, നീ പറഞ്ഞ അങ്ങോട്ട് നില്ലടാ. നിന്നെ ഈ കോലം കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ DIG അദ്ദേഹം. ഇതിലെ ഒന്ന് നിർത്തണോ? എന്തോ നാടകം ഇത്? അല്ല, അത് പിന്നെ ഇദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഉണർത്താൻ വേണ്ടിട്ട്. എടോ, അതിന് മുറിഞ്ഞ പഴുത്തന്നെ മേപ്പെട്ടുള്ള വെള്ളമൊക്കെ കോരി ഒഴിച്ചാലേ വല്ല ചത്തോ കെട്ടോ പോയ ബാക്കിയുള്ള വേണം ഉത്തരം പറയാൻ. കായലിൽ നിന്ന് കോരി വെപ്പിച്ച ഓരോ വെള്ളമാ സാറേ. വേണ്ടി ഉപ്പിന്റെ നീറ്റിൽ അങ്ങോട്ട് ചെല്ലുമ്പോ മുറിവേന്നുള്ള നീരും പഴുപ്പും ഒക്കെ താനെ അങ്ങ് വിട്ടോളും. നാളെ കൊണ്ടേ കൂട്ടിക്കയറ്റി നിർത്താനുള്ളതല്ലേ സാർ കോടതിയില്. ഓ, ഐ സീ. പിന്നെ കേട്ടോ മിസ്റ്റർ നന്ദൻ, there is some bad news for you. നിങ്ങളുടെ ആ കൂട്ടുപ്രതിയില്ലേ മറ്റേ ഫിറോസ്, അവനെ DGP നേരിട്ടങ്ങ് കെട്ടിയെടുപ്പിച്ചിരിക്കാൻ തിരുവനന്തപുരത്തോട്ട്. ചെല്ലുമ്പോ അടിച്ചവന്റെ കയ്യിലോട്ട് കൊടുക്കും സസ്പെൻഷൻ. എന്താ സാറേ, കൊണ്ടു നടന്നു കൊടുക്കൊരുത്തന്നെ തൊപ്പി തെറിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറിന്? നോക്കി പിടിപ്പിക്കുന്നതാ മോനെ, നിനക്കെന്നെ പെരുവഴി പിടിച്ചിരുത്തി എന്റെ ഇതങ്ങ് ഉരുകണം അടിച്ച് പൊളിക്കണം അവന്റെ. ഇതിനകത്ത് ഒരു ഫോട്ടോ എടുക്കുന്ന പട്ടി ആരാണ് നിനക്ക് അനുവാദം? Hey, look man, I'm a press photographer and I've got every right to be where I am now. So please, I warn you, don't come near me, don't touch me. I said don't.
ചവിട്ടി അരച്ച് ഈ അവസ്ഥയിലാക്കിയതും പോരാഞ്ഞിട്ട് ഇനി ഇതിന്റെ തരിപ്പ് വരണം നായേ. സസ്പെൻഷനിൽ നിന്നോട് ഒരു തെണ്ടിത്തര കാണിച്ചാണല്ലോ നിന്റെ തൊപ്പിയെ ഇല്ലടോ, താൻ ധരിച്ചിരിക്കുന്ന പോലെ ഇപ്പോഴും സസ്പെൻഡ് ചെയ്തിട്ടില്ല ഫിറോസിനെ ഒരുത്തനും. അതേടോ, ഐ ബോട്ട് സം ടൈം ഫ്രം ദി DGP. അരവിന്ദനെ പീഡിപ്പിച്ച കേസിൽ ഇദ്ദേഹം നിരപരാധിയാണെന്നും തെറ്റെന്റേത് മാത്രമാണെന്നും അതിന് കാരണങ്ങൾ എന്താണെന്നും ഒക്കെ രേഖാമൂലം എഴുതി DGPക്ക് കൊടുത്തിട്ട് കുറ്റം ഏറ്റുപറഞ്ഞിട്ടായി ഫിറോസ് തലസ്ഥാനം ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. സോ നാളെ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് അത് എതിർക്കില്ല. ഹി വിൽ ബി ഗ്രാന്റഡ് ബെയിൽ. പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ടേ മേലാവിന്ന് മുദ്ര വെച്ച് എന്റെ സസ്പെൻഷൻ ഓർഡറിന് എത്തൂ വയ പ്രോപ്പർ ചാനൽ. അതിനുള്ള ഉറപ്പോടെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ DGPയുടെ കയ്യിൽ നിന്ന്. ആൻഡ് ഐ എം ടേക്കിംഗ് ഹിം നൗ. അതേടോ, പോലീസിന് കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാതെ ഇദ്ദേഹത്തെ ഇപ്പൊ തന്നെ റിലീസ് ചെയ്യണമെന്നും നാളെ ഇദ്ദേഹം സുമൻസാലെ കോടതിയിൽ നേരിട്ട് ഹാജരായാൽ മതിയാവുന്നും കാണിച്ച് DGP നിങ്ങൾക്ക് എഴുതിയ ഡെമി ഒഫീഷ്യൽ ലെറ്ററിന്റെ കോപ്പി ഇതിപ്പോ തന്നെ നിങ്ങളുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും ബൈ ഫാക്സ്. ഓ യു ക്യാൻ റീഡ് ദിസ്. വായിച്ചു പഠിക്കേ. പറഞ്ഞു കേട്ടില്ലടോ, ബലം കഴിക്കേ. സാർ അത് കഴിക്കണ പന്ന